അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് പോലും മാധ്യമങ്ങളോട് 10,000 കടന്നിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും വലിയ മുന്നേറ്റം അൻവർ ഷൗക്കത്ത് ഉണ്ടാക്കുന്നു എന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 10,035 ആയിരിക്കുന്നു. ഈ മാധ്യമങ്ങളെ കാണാൻ ഇനിയും ബാക്കിയുള്ളത് വി ഡി സതീശനാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ അറിയാം വി ഡി സതീശന്റെ മുഖത്തുള്ള ഒരു ചിരിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജയം കൂടിയാണ്. എന്ത് പറഞ്ഞാലും അൻവർ ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ഇത് വി ഡി സതീശൻ എടുത്ത നിലപാടാണ്. അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ മത്സരിക്കുന്നത് 10,000 ഭൂരിപക്ഷം കിട്ടിയാൽ 12 ഭൂരിപക്ഷം കിട്ടിയാൽ അതിൽ താഴ്ന്നാലും അത് അൻവറിന്റെ ഒരു ഡിമാൻഡിനും കൂടെ നിൽക്കാൻ സതീശനാണ് മാധ്യമങ്ങളെ കാണാനുള്ളത്. സതീശനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സതീശൻ ഒരു പക്ഷേ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കാം. വലിയ സന്തോഷത്തിലാണ് ഒരിക്കലും ഈ അൻവർ ഇത്രയും വലിയൊരു ഫാക്ടർ ആണെങ്കിൽ പോലും അൻവറിന് UDF-ൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. ആ തരത്തിലേക്ക് ഈ ഒറ്റയ്ക്ക് നേടിയ ഈ വിജയമുണ്ട്. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ നേടിയ വിജയം അത് പ്രതിപക്ഷ നേതാവിന്റെ വിജയം കൂടിയാണ്. കോൺഗ്രസിലുള്ള ദ്വന്ദ്വ യുദ്ധങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് മുറുകെ പിടിക്കുന്ന മൈലേജാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പുതിയ ടീമിന് UDF കൺവീനറിന് സന്തോഷിക്കാൻ കാര്യങ്ങളുണ്ട്. 10,332 നമ്മൾ നേരത്തെ UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു എന്നാണ് ഏറ്റവും നിർണായക കാര്യം. നഗരസഭയും പിടിക്കുമ്പോൾ ഇനി കരുളായി മാത്രമാണ് LDF-ന് പ്രതീക്ഷിക്കാനുള്ളത്. നഗരസഭയിൽ ഭൂരിപക്ഷം നേടുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതോടെ ഏതാണ്ട് 15,000 എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കണക്കിലേക്ക് ഒരുപക്ഷെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അപർണ, 10,332. അതിലെനിക്കൊരു എതിർപ്പാണ്. കാരണം ഇനി വരുന്നത് കരുളായും നഗരസഭ പ്രതീക്ഷിച്ചിരുന്നു. നഗരസഭയിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ മുൻ ചെയർമാനാണ്. സ്വാഭാവികമായിട്ടും ആ പൾസ് വർക്ക് ചെയ്യാം. പക്ഷെ കരുളായും അമരമ്പലം ഒരു ട്രഡീഷണൽ ഇടത് വോട്ടാണ്. 10,000 കടക്കില്ല, 5,000 കഴിയുമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ 10,000 കടന്നപ്പോ ഇനി 10,000 കടക്കില്ല. 10,000 കടക്കില്ല, 5,000-നും 10,000-നും ഇടയിലാണ് ലീഡെന്ന് ഞാൻ ശരി. 10,332 എന്നുള്ളത് LDF-ന് ശരിക്കും തലക്കിട്ട് കുട്ടകം കൊണ്ടടിച്ച് അടിപോലെയുള്ള ഒരു ഭൂരിപക്ഷമായി മാറുന്നു. അൻവർ വലിയ വോട്ട് പിടിക്കുന്നു. 10,332 എന്ന എല്ലാ പ്രചരണങ്ങളും LDF നടത്തിയ എല്ലാ പ്രചരണങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് കൃത്യമായി ഭരണവിരുദ്ധ വികാരം കൂടി ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പായി മാറും. പോകുന്നത് നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം 25,000 ആണല്ലോ. ഞങ്ങൾ ആ ഭൂരിപക്ഷം 11,417. ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 11,417. 20,000 ഭൂരിപക്ഷമാണ് ഒറ്റ നേതാവേ ഉള്ളൂ. അത് കെ മുരളീധരനാണ്. അല്ല, ക്ഷമിക്കണം, രമേശ് ചെന്നിത്തലയാണ്. വേറെ ഒരാളും പറഞ്ഞിട്ടില്ല. നിലമ്പൂർ നഗരസഭ UDF തൂത്തുവാരി, ഒരു തർക്കവുമില്ല. 11,417. സജിത്ത് ഉണ്ടെന്ന് കരുതും. സജിത്ത് 11,417 എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. എവിടെയാണ് UDF-ന്റെ മുന്നേറ്റം?